ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ ഫിസിക്സ് പരീക്ഷയ്ക്ക് എത്തിയിരിക്കുന്നു. എല്ലാവരും ഗംഭീരമായി തന്നെ ഫിസിക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. സോ അതിനുവേണ്ടി സപ്പോർട്ടീവായിട്ടൊരു കിഡിലൻ വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അഥവാ ഓൾ ഡയഗ്രാംസ്. നമ്മുടെ 7 ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട എല്ലാ പ്രധാനപ്പെട്ട ഡയഗ്രാംസും ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൃത്യമായി തന്നെ പഠിച്ചിട്ട് പോവുക. കാരണം ഇതിൽ നിന്ന് ഉറപ്പായും ഒരു 10 മാർക്കിൻ്റെ ചോദ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്കിൻ്റെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓരോ ഡയഗ്രാമും അതിൽ നിന്നുള്ള പോസിബിൾ ക്വസ്റ്റ്യൻസ് കൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, മുന്നോട്ട് പോകാം. സോ ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ എന്തായാലും പരീക്ഷയിൽ ചോദിക്കും, ഒരു സംശയവും വേണ്ട. ന്യൂമറിക്കൽ ഫോമാറ്റിലാണെങ്കിലും കോൺസെപ്റ്റ് ഓറിയന്റഡ് ഫോമാറ്റിലാണെങ്കിലും നിങ്ങൾ ക്രാക്ക് ചെയ്യണം. സോ ഇതാണ് സീരീസ് കോമ്പിനേഷൻ അഥവാ ശ്രേണി രീതി എന്ന് പറയുന്നത്. സോ 2 പ്രതിരോധങ്ങൾ R1 R2 എന്ന് പറയുന്ന 2 പ്രതിരോധങ്ങൾ സീരീസ് കണക്ഷനാണെങ്കിൽ ഒന്നിനടുത്ത് മറ്റൊന്ന്, ഒരു മാലയിലെ മുത്തുകൾ പോലെ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ട്രെയിനിലെ ബോഗികൾ പോലെ, റൈറ്റ്? അങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്ത് വയ്ക്കുക, എളുപ്പത്തിൽ കണക്ട് ആവും, റൈറ്റ്? സോ ഇങ്ങനെ ഒരു കണക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം, ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്ഷനിൽ കറണ്ട് എന്തായിരിക്കും? കറണ്ട് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ വോൾട്ടേജ് എന്തായിരിക്കും? വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. ഇത് ആദ്യം മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക. സീരീസ് കണക്ഷൻ ആണെങ്കിൽ കറണ്ട് സെയിം, 2 റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് സെയിം ആയിരിക്കും, പക്ഷേ വോൾട്ടേജ് എന്തായിരിക്കും? വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. അടുത്തത്, ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചോ. R എഫക്റ്റീവ് ഈക്വൽ ടു R1 പ്ലസ് R2 ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇഫ് ദേ ആർ ഐഡൻറ്റിക്കൽ നമുക്ക് എന്ത് എഴുതാം? R എഫക്റ്റീവ് ഈക്വൽ ടു എന്ത് എഴുതാം? R എഫക്റ്റീവ് ഈക്വൽ ടു NR. ഇതെല്ലാം നിങ്ങൾക്ക് അറിയണം, എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതാണ് സീരീസ് കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് എൻ്റെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. R എഫക്റ്റീവ് ഈക്വൽ ടു R1 R2 അറിയണം. ഡിഫറെൻറ്റ് റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ, സപ്പോസ് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ R എഫക്റ്റീവ് ഈക്വൽ ടു NR ആണ്. ക്ലിയർ? ഇത്രയും കാര്യമാണ് പഠിച്ചു വെക്കേണ്ടത്. അടുത്തലോട്ട് കടന്നാലോ. അടുത്തതാണ് നമ്മുടെ സ്വന്തം പാരലൽ കണക്ഷൻ. അത് ഒന്നിന് താഴെ മറ്റൊന്നായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് ഇത് പറയുക പാരലൽ കണക്ഷൻ. R1 R2 ഒന്നിന് താഴെ മറ്റൊന്നല്ലേ. സോ ഇങ്ങനെയുള്ള കണക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ കറണ്ട് എന്തായിരിക്കും? യെസ്, കറണ്ട് വിൽ ബി ഡിഫറെൻറ്റ്. കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും ഇവിടെ. അടുത്തത് വോൾട്ടേജ് എങ്ങനെയായിരിക്കും? ഇവിടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. ഇത് മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക. ഇവിടെ കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ പഠിച്ചു. R എഫക്റ്റീവ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആയിരിക്കും. R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ശ്രദ്ധിച്ചു വെച്ചോ, R എഫക്റ്റീവ് ഈക്വൽ ടു R ബൈ N ആയിരിക്കും. സപ്പോസ് ഇവയെല്ലാം ഐഡൻറ്റിക്കൽ ആണെങ്കിൽ R എഫക്റ്റീവ് ഈക്വൽ ടു R ബൈ N ആയിരിക്കും. മനസ്സിൽ ഉറപ്പിച്ച് വെച്ചോ, പഠിച്ചു വെച്ചോ, വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? അടുത്ത നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കണം. LED ഭാഗങ്ങൾ എല്ലായ്പ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. എന്താണ് ഡിഫ്യൂസർ കപ്പ്? എന്താണ് LED ചിപ്പ് ബോർഡ്? അതുപോലെ തന്നെ എന്താണ് ഹീറ്റ് സിങ്ക്? എന്താണ് പവർ സപ്ലൈ ബോർഡ്? അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. സോ ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഈ ഒരു സ്ട്രക്ചർ മനസ്സിനകത്തുണ്ടെങ്കിൽ പിന്നെ ഈസിലി നിങ്ങൾക്ക് പറയാൻ സാധിക്കും. എല്ലാത്തിൻ്റെയും അപ്ലിക്കേഷൻസും നിങ്ങൾ പഠിച്ചു പോകണം. ഓരോ ചിത്രങ്ങൾ കാണുമ്പോഴും അത് ഓറിയൻറ്റഡ് ആയ അപ്ലിക്കേഷൻസും നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. നെക്സ്റ്റ് ചാപ്റ്റർ അഥവാ സെക്കൻഡ് ചാപ്റ്റർ, അതിൽ നിന്ന് ഉറപ്പുള്ള 2 ഡയഗ്രാമേ ഉള്ളൂ. അതിൽ ഒരു ഡയഗ്രാം എന്ന് പറഞ്ഞാൽ മോട്ടറാണ്. പക്ഷെ ഇത് മോഡൽ എക്സാമിന് ചോദിച്ചു എങ്കിലും നിങ്ങളിത് പഠിച്ചിട്ട് പോവുക. കോംപ്രമൈസ് ഒന്നുമില്ല. മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യം പബ്ലിക് എക്സാമിന് വരില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല, വരാൻ പോസിബിലിറ്റി ഉണ്ട്. സോ ഇത് പഠിക്കാതെ പോകരുത്. മോട്ടർ, സോ ഇലക്ട്രിക് മോട്ടർ ആണോ ജനറേറ്റർ ആണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ ഒരു മാർഗ്ഗമുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്നതാണ് ഒരു ബാറ്ററിയാണ്. സോ ബാറ്ററി ആണെങ്കിൽ അതെന്താണ്? അത് മോട്ടറായിരിക്കും, ഒരു സംശയവും വേണ്ട, അത് മോട്ടറായി. കാരണം മോട്ടറിനകത്ത് കിടക്കുന്ന എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജിയാണ്. സോ അത് തിരിച്ചറിയുക. സോ നമ്മൾ കൊടുക്കേണ്ടത് ഇലക്ട്രിക്കൽ സപ്ലൈ ആണ്. സോ അതുകൊണ്ടാണ് ഒരു ബാറ്ററി ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ മോട്ടറിനകത്തുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇത് ബ്രഷുകളാണ്, ഇത് സ്പ്ലിറ്റ് റിങ്ങുകളാണ്, ഇത് ആർമേച്ചർ ആണ് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണം. സിമിലർ വേ ഇത് ഏത് ഡിവൈസ് ആണ്? എനർജി ചേഞ്ച് എന്താണ്? മോട്ടറിനകത്ത് കിടക്കുന്ന എനർജി ചേഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. വൈദ്യുത ഊർജം യാന്ത്രിക ഊർജ്ജമായിട്ട് മാറുന്നു. കൃത്യമായി മനസ്സിലാക്കുക. ഇതൊരു ഇലക്ട്രിക് മോട്ടറാണ്. എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജിയാണ്. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ? ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? പ്രവർത്തന തത്വം, മോട്ടോർ തത്വം അഥവാ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. ABC പാർട്ടുകൾ മാർക്ക് ചെയ്യാനും നമുക്കറിയാം. ക്ലിയർ അല്ല? കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്തത് നമ്മുടെ സ്വന്തം ലൗഡ് സ്പീക്കർ. ഒരു കോംപ്രമൈസും നിങ്ങൾ വരുത്തരുത്. ലൗഡ് സ്പീക്കർ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ ലൗഡ് സ്പീക്കറിൻ്റെ ഭാഗങ്ങളും നിങ്ങൾ തിരിച്ചറിയണം. സോ പുറമേയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഡയഫ്രം ആണ്. യെസ്, ദിസ് ഈസ് ഡയഫ്രം. ഈ അകത്തുള്ളത് എന്താണ്? വോയിസ് കോയിലാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു വെച്ചാൽ ഫീൽഡ് മാഗ്നറ്റ് ആണ്. ഫീൽഡ് കാന്തമാണ്. സോ ഈ പേരുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ള കാര്യം അറിയണം. അതായത് ഈ കണക്റ്റിംഗ് വയറുകളിലൂടെ
കറണ്ട് ഒഴുകുന്ന സമയത്ത് വോയിസ് കോയിലിലൂടെയാണ് കറണ്ട് പ്രവഹിക്കുന്നത്. ഈ വോയിസ് കോയിൽ എവിടെയാണ് വെച്ചിരിക്കുന്നത്? 2 കാന്തങ്ങൾക്കിടയിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ 2 കാന്തങ്ങൾക്കിടയിൽ വോയിസ് കോയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരം when a current carrying conductor is placed in a magnetic field it will experience a force. ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകം ഒരു കാന്തിക മണ്ഡലത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ബലം ഏർപ്പെടും, തീർച്ചയാണ്. സോ അതിനാൽ തന്നെ ആ ഫോഴ്സ് കൊണ്ട് വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നു, വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. സോ അതിന് മുന്നിലുള്ള ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് പരിപാടി. ഓക്കെ, കൃത്യമായി തന്നെ മനസ്സിലാക്കി വെച്ചോ. പാർട്സ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ മറ്റൊന്നുമല്ല, മോട്ടോർ തത്വം തന്നെയാണ് ഇവിടെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. കൃത്യമായി പഠിച്ചു വെച്ചോട്ടാ. അടുത്ത യെസ്, ഉത്തരങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ചാപ്റ്ററാണ്, മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്ററാണ് 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുക. സോ അതിനകത്ത് ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് കൂടുതൽ പോസിബിലിറ്റി ഉള്ളത് എന്ന് ചോദിച്ചാൽ ആദ്യം കണ്ണുമടച്ചു പറയാൻ സാധിക്കും ജനറേറ്ററാണ്. ഒരു തർക്കമില്ല, ജനറേറ്ററിൽ നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ചോദ്യം വരിക, ഇത് ഏത് ജനറേറ്ററാണെന്ന് ചോദിക്കും. നമുക്കൊരു സംശയം, ഇത് AC ജനറേറ്ററാണ്, പാർട്സ് അടയാളപ്പെടുത്താൻ പറയും, ഉറപ്പായും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സപ്പോസ് DC ജനറേറ്ററിന് ചിത്രം നൽകാറുണ്ട്. സോ അവിടെ സ്ലിപ്പ് റിങ്ങുകളാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ സ്പ്ലിറ്റ് റിംഗ് എന്ന് വരും. ആ ഒരു വ്യത്യാസം നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ സിമിലാണ്. ഇത് ഏത് തരം ജനറേറ്റർ ആയിരിക്കുമെന്ന് പറയും. AB അടയാളപ്പെടുത്താൻ വേണ്ടി പറയാറുണ്ട്. ഔട്ട്പുട്ട് ഗ്രാഫ് ചോദിക്കാറുണ്ട്. AC ആണെങ്കിൽ ഗ്രാഫ് നിങ്ങൾക്കറിയാം, ഇത് DC അല്ലേ. സോ DCയുടെ ഔട്ട്പുട്ട് ഗ്രാഫ് എന്ന് പറയും ഇങ്ങനെ റാ ഷേപ്പ് വരും. ACയുടെ ഔട്ട്പുട്ട് ഗ്രാഫ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, അത് കൃത്യമായി തന്നെ പഠിച്ചു വെച്ചോട്ടോ. നെക്സ്റ്റ് വൺ, നമുക്കറിയാം 2 ജനറേറ്ററിലും ആർമേച്ചർ കറങ്ങുമ്പോൾ ഉണ്ടാവുന്നത് AC കറണ്ട് തന്നെയാണ്, സംശയമില്ല. പക്ഷെ ഔട്ട്പുട്ടിലോട്ട് വരുമ്പോൾ DC ജനറേറ്ററിൽ അത് DC ആയിട്ട് മാറുന്നു. അതിന് കാരണം എന്താണ്? അതിന് കാരണം നമ്മളവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ആരെയാണ്? സ്പ്ലിറ്റ് റിങ്ങിനെയാണ്. അതുകൊണ്ടാണ് ഔട്ട്പുട്ട് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? DC ആയിട്ട് കിട്ടുന്നത്. ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, EMI ആണ്, മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫോമർ. ഇതുപോലുള്ള ട്രാൻസ്ഫോമർ നൽകിയിട്ട് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറയാറുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും തമ്മിലുള്ള ക്ലാസിഫിക്കേഷൻ പലപ്പോഴായി ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കണം, വ്യക്തമായിട്ട് പഠിക്കണം, പരീക്ഷകൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഇത്തരം ഒരു ചോദ്യമായിരിക്കും വരിക. അതായത് ഇതിനകത്ത് ഏതാണ് സ്റ്റെപ്പ് അപ്പ്, ഏതാണ് സ്റ്റെപ്പ് ഡൗൺ ചോദിക്കാറുണ്ട്. ഞാൻ ജസ്റ്റ് സിംപ്ലി ഒന്ന് എഴുതി തരാം, ഇനി കൺഫ്യൂഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ്. സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും. സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ VS ഈസ് ഗ്രേറ്റർ ദാൻ VP ആയിരിക്കും, NS ഈസ് ഗ്രേറ്റർ ദാൻ NP ആയിരിക്കും, IP ഈസ് ഗ്രേറ്റർ ദാൻ IS ആയിരിക്കും, TP ഈസ് ഗ്രേറ്റർ ദാൻ TS ആയിരിക്കും. സ്റ്റെപ്പ് ഡൗണിലോട്ട് വരുമ്പോൾ VP ഈസ് ഗ്രേറ്റർ ദാൻ VS ആയിരിക്കും, NP ഈസ് ഗ്രേറ്റർ ദാൻ NS ആയിരിക്കും, IS ഈസ് ഗ്രേറ്റർ ദാൻ IP ആയിരിക്കും, TS ഈസ് ഗ്രേറ്റർ ദാൻ TP ആയിരിക്കും. ഇത് കൃത്യമായി മനസ്സിലാക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനും പഠിച്ചു വയ്ക്കുക. അടുത്തത് നെക്സ്റ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന മൈക്രോഫോൺ ആണ്. മൈക്രോഫോണിൻ്റെ ഭാഗങ്ങൾ കൂടി അടയാളപ്പെടുത്താൻ ചോദിക്കാറുണ്ട്. A എന്ന് പറഞ്ഞാൽ ഡയഫ്രം ആണ്, B എന്ന് പറഞ്ഞാൽ വോയിസ് കോയിലാണ്. സംശയം ഒന്നും വേണ്ട. സോ ലൈക്ക് അവിടെ ഇലക്ട്രിക്കൽ സൗണ്ട് എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു എന്ന കാര്യം പഠിച്ചു വയ്ക്കുക. യെസ്, ELCB അല്ലടാ, ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ഓക്കെ, അടുത്ത അതേ കാര്യം തന്നെ വീണ്ടും ഫ്ലോ ഷീറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ അത് നിങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്യാൻ അറിയണം. ഫസ്റ്റ് വൺ, മേക്ക് സൗണ്ട് ഉണ്ടാവുന്നു. സൗണ്ട് മൂലം ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു, അതുമൂലം വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നോക്കണം, മലയാളത്തിലുണ്ട് കേട്ടോ. ശബ്ദമുണ്ടാവുന്നു, ഡയഫ്രം കമ്പനം ചെയ്യുന്നു, വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നു, വൈദ്യുത സിഗ്നലുകളും ഉണ്ടാവുന്നു. ക്ലിയർ അല്ലേ? ഈ ഓർഡർ കൃത്യമായി തന്നെ പഠിച്ചു വെച്ചോട്ടോ. നെക്സ്റ്റ് വൺ, ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ ഓറിയൻറ്റഡ് ആയ ഫ്ലോ ഷീറ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിനും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സോ അതിനാൽ തന്നെ മനസ്സിരുത്തി തന്നെ പഠിക്കണം. നോക്കടാ, വീട്ടിലോട്ട് വരുന്ന സപ്ലൈ ഫേസും ന്യൂട്രലുമാണ് വരുന്നത്. ഫേസ് എപ്പോഴും ചുവന്ന നിറത്തിൽ തന്നെയാണ് കാണിക്കാറുള്ളത്. സോ ആദ്യം കടന്നു പോകുന്ന ഇതിലോട്ടാണ് കിലോ വാട്ട് അവർ മീറ്ററിലോട്ടാണ്. രണ്ടാമത് കടന്നു പോകുന്ന ഇതിലോട്ടാണ് മെയിൻ ഫ്യൂസിലോട്ടാണ്. സോ മെയിൻ ഫ്യൂസ് കണക്ട് ചെയ്യുന്നത് ഫേസ് ലൈനുമായിട്ടാണ്, ഫേസ് ലൈന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ മെയിൻ സ്വിച്ച് ആണ് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. അതിനുശേഷം ELCB ഉണ്ട് നാലാമത്തെ ഭാഗം, MCB ഉണ്ട്, പിന്നെ സ്വിച്ച് ബോർഡ് ഉണ്ട്. ഓക്കെ റൈറ്റ്, ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക, ഓർഡറുകൾ കൃത്യമാക്കുക. ആദ്യം വാട്ട് അവർ മീറ്റർ ആണ്, പിന്നെ മെയിൻ ഫ്യൂസ് ആണ്, മെയിൻ സ്വിച്ച് ആണ്, ELCB ആണ്, അതുപോലെ തന്നെ MCB ആണ്, മെയിൻ സ്വിച്ച് ആണ് എന്ന കാര്യം കൃത്യമായിട്ട് ആ ഓർഡർ ഓരോന്നും അടയാളപ്പെടുത്താൻ വേണ്ടി പഠിച്ചു വയ്ക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഏതിലോട്ടായിരിക്കും നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ഡിവൈസ് ആദ്യം കണക്ട് ചെയ്യപ്പെടുക? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഈ പറയുന്ന കിലോ വാട്ട് അവർ മീറ്ററിലോട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഹൗസ് ഹോൾഡ് കണക്ഷൻ വരുത്തിയിരിക്കുന്നത്? പാരലൽ കണക്ഷൻ ആയിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് പാരലലി കണക്ട് ചെയ്യുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്, മേന്മകൾ എന്തൊക്കെയാണ്, നമുക്ക് ഓരോന്നിനെയും സെപ്പറേറ്റ് സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, ഓരോന്നും ആവശ്യമുള്ള വോൾട്ടേജ് ലഭിക്കും. അങ്ങനെ നമുക്ക് കൃത്യമായി തന്നെ എഴുതാൻ സാധിക്കും. റൈറ്റ്, അടുത്തത് ഏതൊക്കെയാണ് ഏത് ലൈനിലാണ് ഫ്യൂസ് കണക്ട് ചെയ്യുക? ഒരു സംശയം വേണ്ട, ഫ്യൂസ് കണക്ട് ചെയ്യുന്നത് ഫേസ് ലൈനിലായിരിക്കും. ഫ്യൂസ് ഈസ് കണക്റ്റഡ് ഇൻ ദ ഫേസ് ലൈൻ, എല്ലാവർക്കും അറിയേണ്ടതാണ്. അടുത്തത്
ഏതൊക്കെ ഡിവൈസുകളാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വന്തം സ്വിച്ചും ഫാനും റെഗുലേറ്ററും ഒക്കെ പൊതുവെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. കൃത്യമായി പഠിച്ചു വെച്ചോ. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഫേസ് ലൈൻ, 2 ഫേസ് ലൈനുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 400 വോൾട്ട് ആയിരിക്കും. പഠിച്ചു വയ്ക്കുക. പിന്നെ അടുത്ത 3 പിൻ പ്ലഗ് ഓറിയന്റഡ് ആയ ചോദ്യം, ഡയഗ്രാം ഓറിയന്റഡ് ആയ ചോദ്യം പരീക്ഷകൾ ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു അയൺ ബോക്സിനകത്ത് 3 പിൻ പ്ലഗ് കൊടുക്കുന്ന ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ ആ പ്ലഗ് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പിന്നിന് മാത്രം നീളവും വണ്ണവും കൂടുതലായിരിക്കും. അതാണ് എർത്ത് എന്ന് പറയുക, എർത്ത് പിൻ എന്ന് പറയുക. കറക്റ്റ്, ഇതാണ് ഇങ്ങനെ കണക്ട് ചെയ്യുക. സോ അതാണ് എർത്ത് പിൻ. അതെന്തുകൊണ്ടായിരിക്കും നീളവും വണ്ണവും ഒക്കെ കൂടുതലായി കൊടുത്തിരിക്കുന്നത്? കാരണം നീളവും വണ്ണവും കൂടുമ്പോഴാണ് എക്സസ് കറണ്ട് ഭൂമിക്കടിയിലോട്ട് പറഞ്ഞയക്കുക. നമുക്ക് ഷോക്ക് ഏൽക്കാതെ എന്തെങ്കിലും കറണ്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ ആ അഡീഷണലി വരുന്ന വൈദ്യുതിയെ നേരെ ഭൂമിക്കടിയിലോട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു 3 പിൻ യൂസ് ചെയ്യുന്നത്. ലൈക്ക് അവിടെ ആ വലിയ പിന്ന് യൂസ് ചെയ്യുന്നത്. അതിന് നീളവും വണ്ണവും കൂടുതലായിരിക്കുന്നതിനാൽ തന്നെ അധികമായ കറണ്ട് എളുപ്പത്തിൽ ഭൂമിക്കടിയിലോട്ട് പറഞ്ഞയക്കാൻ സാധിക്കും നമുക്ക് ഷോക്ക് ഏൽക്കാതെ. ഈ പറയുന്ന എർത്ത് പിന്നെ ഏതുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക? മെറ്റാലിക് സർഫേസും ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അത് ഏതുമായിട്ടായിരിക്കും മക്കളെ കണക്ട് ചെയ്യുക? മെറ്റാലിക് സർഫേസും ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. അടുത്ത ചോദ്യം, ഇതെന്താണ് ഉപകരണം? ഒരു സംശയവും വേണ്ട, ഇതാണ് ഇൻഡക്ടർ. യെസ്, ദിസ് വൺ ഈസ് ഇൻഡക്ടർ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻഡക്ടർ എന്ന് പറയുക. കൃത്യമായി മനസ്സിലാക്കുക കേട്ടോ. അടുത്ത മ്യൂച്വൽ ഇൻഡക്ഷൻ. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം, മ്യൂച്വൽ ഇൻഡക്ഷൻ ഓറിയന്റഡ് ആയ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. അഥവാ ഇവിടെ ഒരു സെല്ലാണ് നൽകിയിരിക്കുന്നത്. ഇതിന് പകരം നമ്മളൊരു AC സപ്ലൈ കൊടുത്തു വിചാരിക്കുക. ഇതേ പരിപാടിയാണ്. സെല്ലാണെങ്കിൽ സ്വിച്ച് ഓണാക്കി ഓഫാക്കി കളിച്ചുകൊണ്ടിരിക്കണം. ഒരു AC സപ്ലൈ ആണ്, ഒന്നും നോക്കണ്ട. AC-യുടെ പ്രത്യേകത, കറണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വൈദ്യുതി മാറുന്നതിനാൽ തന്നെ പ്രൈമറി കോയിലുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം സംഭവിക്കും, മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം സംഭവിക്കും. അതുമൂലം സെക്കൻഡറി കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. അതിനാൽ തന്നെ സെക്കൻഡറി കോയിലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബൾബ് കത്തും. എന്താണ് മക്കളെ? പ്രൈമറി കോയിലിലൂടെയുള്ള വൈദ്യുതിയുടെ മാറ്റം മൂലം പ്രൈമറി കോയിലിലുള്ള കാന്തിക ഫ്ലക്സിൽ മാറ്റം സംഭവിക്കും. അതുമൂലം സെക്കൻഡറി കോയിലിൽ പ്രേരിത EMF ഉണ്ടായിരിക്കും. സോ അതിനാൽ അതിൽ കറണ്ട് ഫ്ലോ ചെയ്ത് ബൾബ് കത്തും. ഇതാണ് ആ മ്യൂച്വൽ ഇൻഡക്ഷൻ പരിപാടി. ഇത് കൃത്യമായി മനസ്സിലാക്കി വെച്ചോ, പഠിച്ചു വെച്ചോട്ടെ. ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സെൽഫ് ഇൻഡക്ഷൻ. നെക്സ്റ്റ് വൺ ഈ സെൽഫ് ഇൻഡക്ഷൻ. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? ഒരേ ഒരു സോളിനോയിഡ് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ AC സപ്ലൈ കൊടുക്കുന്നത്. സോ ആ സോളിനോയിഡിലൂടെ കറണ്ടിൽ മാറ്റം സംഭവിക്കും. അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം സംഭവിക്കും. സോ EMF ഇൻഡ്യൂസ് ചെയ്യും. പക്ഷേ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF നമ്മൾ കൊടുക്കുന്ന കറണ്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് EMF ഇൻഡ്യൂസ് ചെയ്യുക. ആ EMF-നെ വിളിക്കുന്ന പേരെന്താണ്? ബാക്ക് EMF എന്നാണ് പറയുക. ആ EMF-നെ വിളിക്കുന്ന പേര് ബാക്ക് EMF എന്നാണ് പറയുക. പഠിച്ചു വെച്ചോട്ടോ. ബാക്ക് EMF ഡെവലപ്പ് ചെയ്താൽ ആ പറയുന്ന സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്ത ബൾബിന്റെ പ്രകാശം കുറയും. റൈറ്റ്, ഇവിടെ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ ബൾബിന്റെ ബ്രൈറ്റ്നസ് അഥവാ പ്രകാശം കുറയുകയാണ് ചെയ്യുക. മനസ്സിരുത്തി പഠിച്ചോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സെൽഫ് ഇൻഡക്ഷൻ ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ഇത്തരം ചോദ്യം തന്നെയാണ് ചോദിക്കുക. ആദ്യത്തെ സർക്യൂട്ടിനകത്ത് DC സപ്ലൈ ആണ്, പക്ഷെ രണ്ടാമത്തെ AC സപ്ലൈ ആണ്. നമുക്കറിയാം AC സപ്ലൈ ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? സെൽഫ് ഇൻഡക്ഷൻ സംഭവിക്കും. ബാക്ക് EMF ഡെവലപ്പ് ചെയ്യും, ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കുറയും. ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ് പരീക്ഷകൾ ചോദിക്കും. അതായത് സാധാരണ ഒരു സോളിനോയിഡ് വെക്കുമ്പോഴും സെൽഫ് ഇൻഡക്ഷൻ സംഭവിക്കും. അതിനകത്ത് നമ്മളൊരു എന്തെങ്കിലും ഒരു സോഫ്റ്റ് അയൺ കോർ പോലുള്ള മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവിടെ ഉണ്ടാവുന്ന ബാക്ക് EMF-ന്റെ ഇൻറ്റൻസിറ്റി കൂടും. ലൈക്ക് ബൾബിൻ്റെ പ്രകാശം പിന്നെയും കുറയുകയാണ് ചെയ്യുക കേട്ടോ. അത് കൃത്യമായി മനസ്സിലാക്കി വെച്ചോ. വാട്ടവർ മീറ്റർ. ഈ ചിത്രം അന്തസ്സായി പഠിച്ചു വെച്ച് ഇതാണ് വാട്ടവർ മീറ്റർ എന്ന് പറയുക. ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ അറിയണം. അതുമായി ബന്ധപ്പെട്ട് ഇത്ര ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, അഥവാ എനർജി കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000 ആണ് ഫോർമുല. പവർ ഇവിടെ 750 എന്ന് പറയുന്നുണ്ട്. സമയം 2 മണിക്കൂറാണ്. ഡിവൈഡ് ബൈ 1000, ദാറ്റ് ഈസ് 1500 ബൈ 1000 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 kWh. ഇതാണ് പരീക്ഷകൾ ചോദിക്കുക. 1.5 kWh ആണ് ഉത്തരം. സോ ഇത്തരം ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ 1000. ഇത് ഈ പറയുന്ന വാട്ടവർ മീറ്റർ ഓറിയന്റഡ് ആയ ക്വസ്റ്റൻ ആണ് കേട്ടോ. അടുത്ത, ഇത് ഏത് ഡിവൈസാണ്? ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് ഡിവൈസാണ് മക്കളെ. ഒരു സംശയവും വേണ്ട, ഇതാണ് MCB അഥവാ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു വെച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കുക. അവിടെ എക്സസ് കറണ്ട് ഫ്ലോ, ഷോർട്ട് സർക്യൂട്ട് മൂലമോ ഓവർലോഡിംഗ് മൂലമോ എക്സസ് കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളെ സംരക്ഷിക്കുന്നതാണ് MCB എന്ന് പറയുക. കൃത്യമായി പഠിച്ചു വയ്ക്കുക. അടുത്താണ് ELCB. ഇതും കൃത്യമായി പഠിക്കണം. ഈ ചിത്രം കണ്ടാൽ ELCB ആണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. MCB ELCB തമ്മിൽ നല്ല വ്യത്യാസം നോക്കണം. ഇതാണ് MCB. ഇങ്ങനെയാണ് 3 പിന്നുകൾ പോലെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പിന്നുകൾ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ആയിരിക്കും. ചിലപ്പോൾ 3 എണ്ണം തരുന്നില്ല, ചിലപ്പോൾ 1 എണ്ണം ആയിരിക്കും. ലൈക്ക് ഇതേ ചിത്രത്തിൽ ഒരേ ഒരു പിന്നുള്ള പോലും തരാറുണ്ട്. ലൈക്ക്
ഒരു പിന്നായിട്ട് മാത്രം തരാറുണ്ട്, ഇങ്ങനെ അപ്വേർഡ് ഡൗൺവേർഡ് ആക്കുന്ന പോലെ. അതും MCB തന്നെയാണ് തിരിച്ചറിയുക. ഇനി നേരെ തിരിച്ച് ഇത് നോക്കിക്കേ, ഇത് MCB എക്സ്ട്രീം ELCB എക്സ്ട്രീമിലി ഡിഫറെൻറ്റ് കണക്ഷൻ ആണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ELCB പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ആണ്. അതായത് എന്തെങ്കിലും ഒരു കറണ്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ, ഇൻസുലേഷൻ തകരാറ് മൂലമോ ബാക്കി എന്തെങ്കിലും ഒരു കാരണം മൂലം കറണ്ട് ലീക്കേജ് ഉണ്ട്, ഇലക്ട്രിക് സപ്ലൈ ലീക്കേജ് ഉണ്ടെങ്കിൽ വീട്ടിലുള്ള ഉപകരണങ്ങളെ സംരക്ഷിക്കുന്നതാണ് ELCB എന്ന് പറയും. ലീക്കേജിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ്, ഓവർലോഡിങ്ങിൽ നിന്നും ഷോർട്ട് സർക്യൂട്ടിങ്ങിൽ നിന്നും സംരക്ഷിക്കുന്നതാണ് MCB എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ഓരോ കാര്യങ്ങളും എന്താണ്, അതിൻ്റെയൊക്കെ ഉത്തരം കൃത്യമായി തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പരീക്ഷകൾ ചോദിക്കാറുണ്ട്. ഓരോന്നും നിങ്ങൾക്ക് അറിയേണ്ടതാണ്, ഓരോന്നും നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഒന്നാമത്തെ ഡിവൈസ് ഏതാണ്? മൾട്ടിമീറ്റർ ആണ്. കറണ്ടും വോൾട്ടേജും റെസിസ്റ്റൻസും ഒക്കെ കണ്ടുപിടിക്കാൻ മൾട്ടിമീറ്റർ യൂസ് ചെയ്യാം. ഇതെന്താണ്? ടെസ്റ്ററാണ്. ഇത് MCB ആണ്. ഞാൻ പറഞ്ഞത് ഒരെണ്ണമായിട്ടും തരാറുണ്ട്, അതാണ് ഈ ഒരു ചിത്രം. MCBന് ഇങ്ങനെയും തരാറുണ്ട്, പഠിക്കണം. ഇതെന്താണ്? ഇത് വോൾട്ട് മീറ്റർ ആണ്. ഓക്കെ, വോൾട്ട് മീറ്റർ. ഇതെന്താണ്? ഇത് കിലോ വാട്ട് അവർ മീറ്റർ ആണ്. ഇതെന്താണ്? റെഗുലേറ്റർ ആണ്. മെയിൻ സ്വിച്ച് ആണ്. കൃത്യമായിട്ട് പഠിക്കാട്ടെ. ഇത് ക്ലാമ്പ് അമ്മീറ്റർ ആണ്. എല്ലാത്തിനും ചിത്രം പഠിച്ചോ. ക്ലാമ്പ് അമ്മീറ്റർ. ക്ലാമ്പ് അമ്മീറ്ററിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു വെച്ചാൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്യാതെ തന്നെ കറണ്ട് മെഷർ ചെയ്യാൻ സാധിക്കും. വയർ വെച്ച് കണക്ട് ചെയ്യാതെ തന്നെ കറണ്ട് മെഷർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്തതിലോട്ട് കിടക്കുന്നു, ശ്രദ്ധിക്കടാ. യെസ്, ഫൈൻ. അടുത്തതെന്ന് പറഞ്ഞു വെച്ചാൽ ഇമേജ് ഫോർമേഷനൊക്കെ നമ്മുടെ സ്വന്തം JK സാർ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നുണ്ട്, മിററിൻ്റെയും ലെൻസിൻ്റെയും ഒക്കെ. ഇത് ഞാൻ പ്ലെയിൻ മിററിനെ മാത്രം ഇമേജ് ഫോർമേഷനാണ് ഉൾപ്പെടുത്തിയിരിക്കുക. കൃത്യമായി പഠിച്ചു വെച്ചോ. പ്ലെയിൻ മിററിനകത്ത് ഇങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുക. അഥവാ രണ്ട് പാരൽ ബീമുകൾ വരുന്ന സമയത്ത് അവർ റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഡൈവേർജ് ചെയ്ത് പോകാറ് പതിവ്. സോ ഇവിടെ നോക്കുന്ന ഒരാൾക്ക് ഏതോ ഒരു കോമൺ പോയിന്റ് നിന്ന് വരുന്നതായി തോന്നും. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇതാണ് ഇമേജ് ഫോർമേഷൻ. ആ ഇമേജിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു വെച്ചോ. വെർച്വൽ ആണ്, സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആണ്, ഇറക്റ്റ് ആണ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. പ്ലെയിൻ മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ ആണ്, പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്ലിക്കേഷൻസ് അറിയണം. ഓരോ ചിത്രങ്ങൾ കാണുമ്പോഴും ഇത് എന്താണ്, ഏത് മിറർ ആണെന്ന് നോട്ടീസ് ചെയ്യാൻ അറിയണം. സെക്യൂരിറ്റി മിറേഴ്സ് ആണെങ്കിലും, റയർ വ്യൂ മിറർ ആണെങ്കിലും, ടോർച്ച് ലൈറ്റിൻ്റെ അകത്തുള്ളതാണെങ്കിലും, ഹെഡ് ലൈറ്റിൻ്റെ അകത്തുള്ളതാണെങ്കിലും, മാറിപ്പോയിട്ടുണ്ട്. സെക്യൂരിറ്റി മിറർ ആണെങ്കിലും റയർ വ്യൂ മിറർ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നത് കോൺവെക്സ് മിറേഴ്സ് ആണ്. ഇനി കോൺകേവിൻ്റെ കേസിലാണ് ഞാൻ പറഞ്ഞത് ഷേവിംഗ് മിറർ, ഡെന്റിസ്റ്റ്, സോളാർ കോൺസെൻട്രേറ്റേഴ്സ്, ടോർച്ച് ലൈറ്റിൻ്റെ അകത്തുള്ളതാണെങ്കിലും അതുപോലെ തന്നെ ഹെഡ് ലൈറ്റിൻ്റെ അകത്തുള്ളതാണെങ്കിലും ഒക്കെ എന്താണ്, അത് കോൺകേവ് മിറേഴ്സ് ആണ്. കൃത്യമായി പഠിച്ചു വെച്ചോ. പ്ലെയിൻ മിറർ പെരിസ്കോപ്പിനകത്ത് യൂസ് ചെയ്യുന്നത്, സബ്മറൈൻസിലൊക്കെ പെരിസ്കോപ്പ് യൂസ് ചെയ്യാറുണ്ട്, അതിനകത്ത് പ്ലെയിൻ മിററാണ് യൂസ് ചെയ്യാട്ടോ. ഇത്തരത്തിൽ ഒരു പെൻസിൽ ബെൻഡ് ചെയ്തായിട്ട് കാണാം, വെള്ളത്തിൽ മുക്കി വയ്ക്കുമ്പോൾ പെൻസിൽ ബെൻഡ് ചെയ്തായിട്ട് കാണാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല, അത് റിഫ്രാക്ഷൻ ആണ്. യെസ്, ഇറ്റ് ഈസ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ അപവർത്തനം സംഭവിക്കുന്നതുകൊണ്ടാണ് പെൻസിൽ ഇതുപോലെ ബെൻഡ് ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അടുത്തത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. എല്ലാവർക്കും അറിയാം, അതിൻ്റെ കണ്ടീഷൻസ് അറിഞ്ഞു വെക്കണം. അഥവാ ലൈറ്റ് റേ ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലോട്ട് ട്രാവൽ ചെയ്യണം. അതായത് പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലോട്ട് പ്രകാശം സഞ്ചരിക്കണം. അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. ഇങ്ങനെയുള്ള ഓരോ കണ്ടീഷൻസും കൃത്യമായി മനസ്സിലാക്കി വെച്ചോ, പഠിച്ചു വെച്ചോ. ഇത്തരത്തിലൊരു ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ചോദ്യം പലകുറി വർക്കൗട്ട് ചെയ്ത ചോദ്യമാണ്, വീണ്ടും ആവർത്തിക്കുന്നില്ല. ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്, അതുപോലെ തന്നെ ഏത് ചിത്രമാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സൂചിപ്പിക്കുന്നത്, അതിൻ്റെ അപ്ലിക്കേഷൻ എന്തൊക്കെയാണ് പരീക്ഷകൾ ചോദിക്കാറുണ്ട്. അപ്ലിക്കേഷൻ ഒപ്റ്റിക്കൽ ഫൈബർ ആണെങ്കിലും ഡയമണ്ട് ആണെങ്കിലും എൻഡോസ്കോപ്പ് ആണെങ്കിലും ഇതിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. കൃത്യമായി മനസ്സിലാക്കി വെച്ചോ. വിഷനിലോട്ട് കിടക്കുന്ന ഈ ചിത്രം കൃത്യമായി മനസ്സിലാക്കി വെച്ചോ. ബയോളജി ഓറിയൻറ്റഡായ ചിത്രമാണ്, പക്ഷേ ഫിസിക്സിൽ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചു വെച്ചോടാ. കണ്ണിനകത്ത് യൂസ് ചെയ്യുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്, സിലിയറി മസിൽസ്, റെറ്റിന, അങ്ങനെയുള്ള കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായി പഠിച്ചു വെച്ചോ. പിന്നെ എന്താണ് ദീർഘദൃഷ്ടി ഓറിയൻറ്റഡായ ചിത്രമാണ്. ഇമേജ് ഫോർമേഷൻ ബിഹൈൻഡ് റെറ്റിന ആണെങ്കിൽ അതാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന ആണെങ്കിൽ അതിനെയാണെന്ന് പറയുക ഹ്രസ്വദൃഷ്ടി എന്ന് പറയുക. ഈ പറയുന്ന ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയാണ് കുട്ടിയുടെ പ്രശ്നമെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ് ആണ്. ഹൈപ്പർമെട്രോപ്പിയ പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ് ആണ് പഠിക്കുക. ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പി ആണെങ്കിൽ ഇമേജ് ഫോർമേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന ആയിരിക്കും. അത് പരിഹരിക്കാൻ ഉപയോഗിക്കേണ്ട ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺകേവ് ലെൻസ് ആണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. അത്ര തന്നെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, മനസ്സിരുത്തി പഠിക്കുക. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. അടുത്തൊരു ചോദ്യമാണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയും. ഈ ഒരു ചിത്രം പഠിച്ചു വെച്ചോ. മുകളിലുള്ള കളർ എന്ന് പറഞ്ഞാൽ റെഡ് ആണ്, താഴെയുള്ളത് വയലറ്റ് ആണ്. ഒരു ലൈറ്റ്, ഒരു കോമ്പോസിറ്റ് ലൈറ്റ് അഥവാ ഒരു വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലൂടെ കടത്തി വിടുമ്പോൾ അതിൻ്റെ കോൺസ്റ്റുവൻറ്റ് കളേഴ്സായി സ്പ്ലിറ്റ് ആവുന്ന ഫിനോമിനയാണ് ഡിസ്പേർഷൻ എന്ന് പറയുക. സോ ഇവിടെ നൽകിയിരിക്കുന്ന ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആണ്. സോ മുകളിൽ റെഡും താഴെ വയലറ്റുമാണ്. എന്തുകൊണ്ടാണ് മുകൾ ഭാഗത്ത് റെഡ് വന്നത്? റെഡിന് വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം കൂടുതലാണ്, അതുകൊണ്ട് ഡീവിയേഷൻ അഥവാ വ്യതിയാനം കുറവായിരിക്കും. പക്ഷെ വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്, അതിനാൽ ഡീവിയേഷൻ കൂടുതലായിരിക്കും, വ്യതിയാനം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് താഴെ വയലറ്റ് വരുന്നത് കേട്ടോ. അതിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ ഓർഡർ ഞാനൊരു ടേബിൾ നൽകിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. അത് ഓറിയൻറ്റഡായ ചോദ്യങ്ങളാണ്. ഇതിൽ ഏത് കളറാണ് കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുക?
അതുപോലെ തന്നെ വേവ് ലെങ്ത് കൂടിയാൽ ഡീവിയേഷൻ എന്ത് മാറ്റമാണ് സംഭവിക്കുക. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ചോദ്യത്തിൻ്റെ രൂപത്തിൽ വരിക കേട്ടോ. അടുത്ത റെയിൻബോ, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ് റെയിൻബോ എന്ന് പറയുക. സാധാരണ ഒരു റെയിൻബോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് റെഡും താഴെ വയലറ്റും ആയിരിക്കും, ശരിയല്ലേ? ശരിയാണ്. പക്ഷെ നമ്മുടെ റെയിൻബോ ഫോർമേഷനിൽ അങ്ങനെ ആയിരിക്കില്ല. ഇതാണ് റെയിൻബോ ഫോർമേഷൻ്റെ ഡയഗ്രാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 100% നിങ്ങൾ പഠിക്കേണ്ട ചിത്രമാണ് കേട്ടോ. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വൈറ്റ് ലൈറ്റ് മഴത്തുള്ളിലൂടെ കടന്നു പോകുന്നു. ആദ്യം നടക്കുന്ന ഡിസ്പോഷനാണ്, പിന്നെ ഇന്റേണൽ റിഫ്ലക്ഷൻ, പിന്നെ അടുത്തത് റിഫ്രാക്ഷൻ ആണ്. ഈ 3 പ്രോസസ്സുകളും പഠിച്ചു വയ്ക്കുക. പുറത്തു വരുന്ന ലൈറ്റിൽ ഏറ്റവും മുകളിലുള്ളത് വയലറ്റും ഏറ്റവും താഴെയുള്ളത് റെഡുമാണ്. ഇത് മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക, പഠിച്ചു വെക്കണേ. ഓക്കെ, റൈറ്റ്. അടുത്ത റെയിൻബോനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ്. അതായത് ഏത് ഡയറക്ഷനിലായിരിക്കും മഴവില്ലുണ്ടാവുക, സൂര്യൻ ഈസ്റ്റ് ആണെങ്കിൽ മഴവില്ല് എവിടെയായിരിക്കും, റൈറ്റ്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അല്ല, റെയിൻബോ ഈസ്റ്റ് ആണെങ്കിൽ സൂര്യൻ എവിടെയായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, എതിർ ദിശയിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. അടുത്തത്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് 100% ഉറപ്പുള്ളതാണ്. നോക്കടാ, ഇവിടെ വൈറ്റ് ലൈറ്റ് കടത്തി വിടുന്നു, അവിടെ ഡിസ്പോഷൻ നടക്കുന്നു. മറ്റൊരു പ്രിസത്തിന് തലകീഴായി വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വരുന്ന കളർ എന്തായിരിക്കും? അതേ വൈറ്റ് ലൈറ്റ് തന്നെയായിരിക്കും. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. വൈറ്റ് ലൈറ്റ് ആദ്യം ഡിസ്പോഷൻ സംഭവിക്കും, പിന്നെ അതെല്ലാ കളറും കൂടി റീകമ്പൈൻ ചെയ്തിട്ട് പുറത്ത് വരുമ്പോൾ എന്തായിരിക്കും? വൈറ്റ് ലൈറ്റ് ആയി തന്നെയാണ് പുറത്ത് വരിക. കൃത്യമായി പഠിച്ചു വെച്ചോട്ടാ. പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനകത്ത് ഈ ചിത്രങ്ങൾ തരാൻ സാധ്യത കുറവാണെങ്കിലും ഈ ചിത്രം തരാം. ന്യൂട്ടന്റെ കളർ ഡിസ്ക് വേഗത്തിൽ കറക്കുമ്പോൾ ഏത് നിറത്തിലാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കാരണം വെള്ള നിറത്തിലാണ്. ഒരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 0.0625 സെക്കൻഡ് നമ്മുടെ കണ്ണിൽ നിലനിൽക്കും. അഥവാ 1/16 സെക്കൻഡ് നമ്മുടെ കണ്ണിൽ ആ കാഴ്ച നിലനിൽക്കും. അതിനെയാണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുക. മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുക. ന്യൂട്ടന്റെ കളർ ഡിസ്ക് വേഗത്തിൽ കറക്കുമ്പോൾ വെള്ള നിറത്തിൽ കാണാനുള്ള കാരണം ഇതേ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. ആകാശം നീല നിറത്തിൽ കാണാനുള്ള കാരണം സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ്. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറുള്ള ചെറിയ ചെറിയ പൊടിപടലങ്ങളിൽ തട്ടിയിട്ട് പ്രകാശത്തിന് സംഭവിക്കുന്ന ക്രമരഹിതമായ ദിശാവ്യതിയാനത്തിനെയാണ്, ഇറഗുലർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്കാറ്ററിങ് എന്ന് പറയുക. അതുകൊണ്ടാണ് ആകാശം നീല നിറത്തിൽ കാണുന്നത് കേട്ടോ. പഠിച്ചു വെച്ചോ. സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ചുവന്ന നിറത്തിൽ കാണാനുള്ള കാരണം ഇതൊക്കെ ഇത് ഓറിയന്റഡ്, ചിത്രങ്ങൾ ഓറിയന്റഡ് ആയ ചോദ്യങ്ങളാണ്. പഠിച്ചു വയ്ക്കുക. സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും വലിയ ദൂരത്ത് നിന്നാണ് പ്രകാശം വരുന്നത്. സോ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യേണ്ടതിനാൽ തന്നെ ചുവപ്പ് നിറത്തിന് വേവ് ലെങ്ത് കൂടുതലാണ്, അവൻ സ്കാറ്റർ ചെയ്യില്ല. ബാക്കിയുള്ള എല്ലാ നിറങ്ങളും സ്കാറ്ററിങ് സംഭവിക്കും. ബാക്കിയുള്ള എല്ലാ നിറത്തിനും വിസരണം സംഭവിച്ച് അവയെല്ലാം സ്കാറ്റർ ചെയ്തു പോവും. ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യമുള്ള, ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള ചുവപ്പ് നിറം മാത്രം നമ്മുടെ കണ്ണുകളിലോട്ട് എത്തും കേട്ടോ. അടുത്ത നെക്സ്റ്റ് വൺ, അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുന്നു. ശ്രദ്ധിക്കടാ. ടിൻറ്റൽ എഫക്റ്റ്. അതായത് നമുക്കറിയാം മഞ്ഞ് മൂടിയ ദിവസങ്ങളിൽ പ്രകാശത്തിൻ്റെ പാത വിസിബിളായി കാണുന്നതും, ഇതുപോലെ മഞ്ഞ് മൂടിയ ദിവസം നമ്മൾ ഒരു ബൈക്കോ അല്ലെങ്കിൽ കാറോ എടുത്ത് പോകുമ്പോൾ ആ ഹെഡ്ലൈറ്റിൻ്റെ ആ വെളിച്ചം കൃത്യമായിട്ട് തെളിഞ്ഞ് കാണുന്നതും, ഒരു ജനാലയ്ക്കകത്തൂടെ വരുന്ന പ്രകാശത്തിൻ്റെ പാത കൃത്യമായി കാണുന്നതും ഒക്കെ ടിൻറ്റൽ എഫക്റ്റ് ആണ്. ആ ചിത്രങ്ങൾ കാണുമ്പോഴും എക്സ്പീരിയൻസ് കാണുമ്പോഴും ഇതൊക്കെ എക്സാമ്പിൾ കാണുമ്പോഴും ഇതുപോലെയൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കണം കേട്ടോ. അടുത്തത് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഈ ഒരു ഫ്ലോ ഷീറ്റ് കൃത്യമായി പഠിക്കാം. ഫ്ലോ ഷീറ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇതിനകത്ത്. കംപ്ലീറ്റ് കമ്പഷൻ ആണെങ്കിൽ ഫ്യൂവലും ഇനഫ് ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡും സ്റ്റീമും ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണെങ്കിൽ അവിടെ ഇൻസഫിഷ്യൻറ്റ് ഓക്സിജൻ ആയിരിക്കും, നമുക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടില്ല. അതിനാൽ തന്നെ അവിടെ നോക്കടാ, കാർബൺ മോണോക്സൈഡും കരി കൂടി ഉണ്ടാവുന്നു. കാർബൺ മോണോക്സൈഡും സൂട്ടും പൊല്യൂഷൻ ഉണ്ടാവുന്നു. റൈറ്റ്, ഇതാണ് പാർഷ്യൽ കമ്പഷൻ. ഈ ഫ്ലോ ഷീറ്റ് കൃത്യമായി പഠിച്ചു വയ്ക്കണം കേട്ടോ. അടുത്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്താണ്? നമുക്ക് എല്ലാവർക്കും ഡാമിൽ നിന്ന് വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ആ വെള്ളം ടർബൈൻ്റെ മുകളിൽ വീഴ്ത്തി ടർബൈൻ കറക്കി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അത് എവിടെയൊക്കെയുണ്ട്? പള്ളിവാസലുണ്ട്, മൂലമറ്റത്തുണ്ട്. അതിൻ്റെ എനർജി ചേഞ്ച് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. അത് കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിനുള്ളത് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? അതെ, പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. അത് ഉപയോഗിച്ച് ടർബൈൻ കറക്കുന്നു, അപ്പോൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നു. അത് ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നു. സോ ഇലക്ട്രിക്കൽ എനർജി. ഇത് കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്തത് തെർമൽ പവർ സ്റ്റേഷൻ. ഇതാണ് തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഒന്നുമില്ലടാ, നമ്മുടെ സ്വന്തം ഫ്യൂവൽസ് ഉപയോഗിച്ച്, ഏതൊക്കെയാണ് ഇവിടെ ഫ്യൂവൽസായി യൂസ് ചെയ്യുന്നത്? കോള്, നാഫ്ത, ലിഗ്നൈറ്റ്. ഇതാണ് തെർമൽ പവർ സ്റ്റേഷനിൽ ഫ്യൂവൽസായി യൂസ് ചെയ്യുക. സോ അവ ഉപയോഗിച്ച് വെള്ളം ചൂടാക്കുന്നു. ആ വെള്ളം ചൂടാകുമ്പോൾ അതിൽ നിന്ന് നീരാവി വരും. ആ നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കുന്നു, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. ഇതാണ് തെർമൽ പവർ സ്റ്റേഷനിൽ നടക്കുന്ന പരിപാടി. കെമിക്കൽ എനർജി, അതായത് കെമിക്കൽസ് ആണല്ലോ കത്തിക്കുന്നത്. സോ കെമിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. അതിൽ നിന്ന് മെക്കാനിക്കൽ എനർജി, ടർബൈൻ കറക്കുന്നു, ഇലക്ട്രിക്കൽ എനർജി, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. കൃത്യമായി പഠിച്ചു വെച്ചോ. നെയ്വേലി തമിഴ്നാടാണ്, ചെന്നൈ ഭാഗത്താണ്. കായംകുളം, ഈ 2 സ്ഥലങ്ങളിലാണ് തെർമൽ പവർ പ്ലാന്റ് ഉള്ളത് കേട്ടോ. അടുത്തത്, ഇത് എന്ത് സിമ്പലിനെ സൂചിപ്പിക്കുന്നു? ഇതാണ് ന്യൂക്ലിയർ റേഡിയേഷനെ NR, ന്യൂക്ലിയർ റേഡിയേഷനെ സൂചിപ്പിക്കുന്നതാണ്. പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത സോളാർ സെൽ ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ. സോളാർ ഓറിയന്റഡ് ആയ ചോദ്യമാണ്. സോളാർ സെല്ലിനകത്തുള്ള മെയിൻ കമ്പോണന്റ് PN ജംഗ്ഷൻ ഡയോഡാണ്. എനർജി ചേഞ്ച് ലൈറ്റ് എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയാണ്. സോളാർ പാനൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം സാറ്റലൈറ്റ് ആണ്. ഇത് പരീക്ഷകൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ചിത്രങ്ങൾ മനസ്സിലാക്കുക.
നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് കംപ്ലീറ്റ്ലി സോളാർ എനർജിയിലാണ് പ്രവർത്തിക്കുന്നത്. കൃത്യമായി പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമിലർ വേ സോളാർ എനർജിയുടെ യൂസുകൾ സോളാർ കുക്കറിനകത്ത് യൂസ് ചെയ്യാറുണ്ട്, സോളാർ വാട്ടർ ഹീറ്ററിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിക്കുക. ഇതൊക്കെയാണ് ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഫ്ലോ ഷീറ്റ് ഓറിയൻറ്റഡ് ആയ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. എല്ലാം എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ 3 ലൈവുകളും കൃത്യമായി കാണുക. 7 അവേഴ്സിൻ്റെ മാരത്തോൺ കാണുക, 100% ഷുവർ ക്വസ്റ്റ്യൻസ് കാണുക, രാവിലെയുള്ള 25 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കാണുക. ഇതിനെല്ലാം പരീക്ഷകളിൽ ചോദ്യം വരും. അന്തസ്സായി പഠിച്ചു വയ്ക്കുക. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അടിപൊളിയാക്കുക, മക്കളെ തകർക്കുക. ലവ് യു ആൾ. ലൈവ് മിസ്സാക്കരുത്. കാണാം. വീഡിയോനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ താഴെ അറിയിക്കാം.